മധ്യപ്രദേശിലെ ഇൻഡോർ മണ്ഡലത്തിൽ നോട്ടയ്ക്ക് വോട്ട് തേടി ക്യാമ്പയിൻ ശക്തമാക്കി കോൺഗ്രസ്. കോൺഗ്രസ് സ്ഥാനാർത്ഥി അക്ഷയ് കാന്തി ബാം പത്രിക പിൻവലിച്ച് ബിജെപിയിൽ ചേർന്നതിനാലാണ് നോട്ടയ്ക്കായി പ്രചാരണം നടത്താൻ കോൺഗ്രസിന്റെ തീരുമാനം. ചാണകം ശുദ്ധി വരുത്തുന്നതാണ് അറിയാമല്ലോ, ഗോമൂത്രം അതിനേക്കാൾ ശുദ്ധി വരുത്തും. സാധാരണ സംഭവമാണ് ഇപ്പോൾ മധ്യപ്രദേശിലെ ഇൻഡോറിൽ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുകൊണ്ട് ഉണ്ടായിരിക്കുന്നത്. കാരണം നോട്ടയ്ക്ക് വോട്ട് തേടിക്കൊണ്ടാണ് കോൺഗ്രസ് ഇപ്പോൾ അവരുടെ പ്രചാരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എനിക്ക് നിന്റെ പാർട്ടി ചേരണം. നിന്റെ പാർട്ടി നല്ല അസല് പാർട്ടിയാ, ആരും കൊതിക്കുന്ന പാർട്ടി. മാനങ്കര മണ്ഡലത്തിലെ സകലമാന ആളുകളുടെ വീട്ടുകാര്യങ്ങൾ ഇടപെടുകയും അതിനൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കുകയും ചെയ്യുന്ന ഞങ്ങൾ ഇത് സഹിക്കില്ലമ്മേ. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന അക്ഷയ് കാന്ത് ബാം വളരെ അപ്രതീക്ഷിതമായി ബി.ജെ.പി പാളയത്തിൽ എത്തിയതോടെയാണ് കോൺഗ്രസിന് വലിയ തിരിച്ചടി ഇൻഡോറിൽ നേരിട്ടത്. അന്നാണ് അവളുടെ ജീവിതത്തിൽ അത് സംഭവിച്ചത്. ഒരു യുവ നേതാവിനെ ഇറക്കിക്കൊണ്ട് ശക്തമായിട്ടുള്ള ഒരു മത്സരം കാഴ്ചവെക്കാമെന്നുള്ള ഒരു പ്രതീക്ഷയിലായിരുന്നു കോൺഗ്രസ് ഉണ്ടായിരുന്നത്. തലയിലെഴുത്തുന്നല്ലാതെ മറ്റെന്ത് പറയാൻ. എന്നാൽ വളരെ വേഗം തന്നെ ഈ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ ബി.ജെ.പി അവരുടെ പാളയത്തിലേക്ക് എത്തിക്കുകയായിരുന്നു. തുടർന്ന് വളരെ വേഗം വിജയിച്ചു കയറാമെന്നുള്ളൊരു മോഹം ബി.ജെ.പിയിൽ ഉണ്ടാവുകയും ചെയ്തിരുന്നു. എന്നാലും നിന്റെ കാലുമാറ്റം കുറെ ഭയങ്കരം തന്നെ സുന്ദരി. എങ്കിലും ഒരു പിന്തുണ നൽകുന്നതിന് പകരം നോട്ടയ്ക്ക് വോട്ട് തേടാമെന്നുള്ളൊരു ആവശ്യത്തെ അല്ലെങ്കിൽ ആ ഒരു നിലപാട് കോൺഗ്രസ് സ്വീകരിക്കുകയായിരുന്നുവെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. ഇനിയുള്ള ദിവസങ്ങൾ രാഷ്ട്രീയ കരുനീക്കങ്ങളുടേതാണ്. ഈ പ്രശ്നം ഞാൻ കൈകാര്യം ചെയ്തോളാം. മധ്യപ്രദേശിലെ ഇൻഡോറിലാണ് കോൺഗ്രസിന് ഒരു ഗതികേടുണ്ടായിരിക്കുന്നത്. സ്ഥാനാർത്ഥി ബി.ജെ.പിയിൽ ചേർന്നതോടെ നോട്ടയ്ക്ക് വോട്ട് അഭ്യർത്ഥിച്ച് കോൺഗ്രസ് നേതാക്കൾ രംഗത്തിറങ്ങിയിരിക്കുകയാണ്. ആരുണ്ടായിട്ട് എന്താ കാര്യം? മനസ്സിന് ചാഞ്ചല്യം ഉണ്ടാകാൻ ഒരു നിമിഷം പോരെ. ഒരു നാറി എനിക്ക് വിശ്വാസമില്ല. ഏതായാലും നമ്മളല്പം മുൻകരുതലോടെ ഇരിക്കുന്നത് നല്ലതാ മുതലാളി. എന്റെ പൊന്നു ഗുരുവായൂരപ്പ, നീ തന്നെ ഇതിന് എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കി താ.